നമസ്കാരം. നമ്മളിന്ന് റിയാക്ട് V19 കുറിച്ചുള്ള അവരുടെ ഒഫീഷ്യൽ ബ്ലോഗ് പോസ്റ്റ് ഒന്ന് വിശദമായി നോക്കാൻ പോവാണ്. ഡിസംബർ 5 വന്നതാണല്ലോ ഈ സ്റ്റേബിൾ റിലീസ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു വെബ് ഡെവലപ്പർ എന്ന നിലയിൽ നിങ്ങൾക്കിതുകൊണ്ട് എന്തു ഗുണം കിട്ടും, നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. എനിക്ക് തോന്നുന്നു ഇതിലെ ഏറ്റവും വലിയൊരു മാറ്റം ഈ ആക്ഷൻസ് ആണ്, അല്ലേ? ശരിയാണ്, ആക്ഷൻസ്. ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡേറ്റ മാറ്റുമ്പോഴോ ഒക്കെയുള്ള ആ ഒരു പെൻഡിങ് എറർ സ്റ്റേറ്റുകൾ അതൊക്കെ മാനേജ് ചെയ്യാൻ ഇത് കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട്. അതെ അതെ. പണ്ട് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഒക്കെ വെച്ച് കുറേ സ്റ്റേറ്റ് മാനേജ്മെന്റ് ലോജിക് എഴുതണമായിരുന്നു, അല്ലേ? തീർച്ചയായും. ഈ ആക്ഷൻസ് ഉപയോഗിക്കുമ്പോൾ യൂസ് ട്രാൻസിഷൻ പോലുള്ള സംഗതികൾ ഈ പെൻഡിങ് സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്യും. ഓ, ഓക്കെ. അപ്പോൾ കോഡ് കുറയും. അത് മാത്രമല്ല, യൂസർ ഇന്റർഫേസ് എപ്പോഴും റെസ്പോൺസീവായിട്ട് നിൽക്കുകയും ചെയ്യും, നെറ്റ്വർക്ക് ലാഗ് ഒക്കെ ഉണ്ടായാലും. അത് നല്ലതാണ്. ഇതിന്റെ കൂടെ തന്നെ യൂസ് ഓപ്റ്റിമിസ്റ്റിക് എന്നൊരു ഹുക്കുണ്ട്. അത് വെച്ച് ഒരു ഓപ്പറേഷൻ തീരുന്നതിന് മുൻപ് തന്നെ ഒരു താൽക്കാലിക അപ്ഡേറ്റ് യൂസർക്ക് കാണിക്കാം. ഓ, ഒപ്റ്റിമിസ്റ്റിക് UI. അതെ. പിന്നെ യൂസ് ആക്ഷൻ സ്റ്റേറ്റ് വെച്ച് എറർ ഹാൻഡ്ലിങ്ങും എളുപ്പമാവും. ശരിക്കും HTML-ലെ ഫോം ടാഗിൽ തന്നെ ആക്ഷൻ പ്രോപ്പർട്ടിയായിട്ട് ഒരു ഫംഗ്ഷൻ കൊടുക്കാം ഇപ്പോൾ. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ ഈ ആക്ഷൻസ് നിലവിൽ നമ്മൾ ഫോം സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈബ്രറികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു വലിയ മാറ്റം തന്നെയാണോ, അതോ? അതൊരു നല്ല ചോദ്യമാണ്. ഒരു പരിധിവരെ ഇത് ചില ലൈബ്രറികളുടെ ആവശ്യം കുറച്ചേക്കാം, പ്രത്യേകിച്ച് ചെറിയ ഫോമുകളിലൊക്കെ. പക്ഷേ കുറച്ചുകൂടി കോംപ്ലക്സ് ആയ വാലിഡേഷനും മറ്റും വരുമ്പോൾ ഒരുപക്ഷെ അപ്പോഴും ലൈബ്രറികൾക്കൊരു സ്പേസ് ഉണ്ടാവും. ശരി ശരി. ഇനി അടുത്തൊരു കാര്യം, യൂസ് ആക്ഷൻ എന്ന പുതിയ API ആണ്. ഇത് ശരിക്കും റെൻഡർ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോമിസുകളോ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഡേറ്റയോ ഒക്കെ വായിക്കാൻ പറ്റും. ഓ, സാധാരണ ഹുക്കുകൾ പോലെയല്ല. അതായത് എപ്പോഴും ടോപ്പ് ലെവലിൽ വിളിക്കണമെന്നില്ല, ആവശ്യമുള്ളപ്പോൾ കണ്ടീഷണലായിട്ട് വിളിക്കാം. ആഹാ, അപ്പോ സാധാരണ ഹുക്ക് റൂൾസ് ഇതിന് ബാധകമല്ലേ? കണ്ടീഷണലായിട്ട് വിളിക്കാം എന്നതൊരു വ്യത്യാസമാണല്ലോ. അതെ, അതൊരു വ്യത്യാസമാണ്. ചിലപ്പോൾ അത് കോഡ് എഴുതുന്ന രീതിയെ ചെറുതായിട്ടൊന്ന് മാറ്റിയേക്കാം. ചിലപ്പോൾ ലോജിക്ക് ഫോളോ ചെയ്യാൻ കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടിവരും. ഡേറ്റ ഫെച്ചിങ് പാറ്റേണുകളിലൊക്കെ മാറ്റം വരുമോ ഇതുകൊണ്ട്? സാധ്യതയുണ്ട്. പക്ഷെ ചില കേസുകളിൽ ഇത് കോഡ് കുറച്ചുകൂടി സിമ്പിളാക്കാനും സഹായിക്കും. പിന്നെ വേറൊരു പ്രധാന മാറ്റം എന്താണത്? ഫംഗ്ഷൻ കമ്പോണന്റുകളിൽ റെഫ് ഇല്ലേ, അത് ഇപ്പോൾ ഒരു സാധാരണ പ്രോപ്പായിട്ട് പാസ് ചെയ്യാം. ഓഹ്, അടിപൊളി. അപ്പോ ഫോർവേഡ് റെഫ് വേണ്ടേ? വേണ്ട. ഫോർവേഡ് റെഫിന്റെ ആവശ്യമേ ഇല്ല. അത് കോഡ് നല്ലപോലെ സിംപ്ലിഫൈ ചെയ്യും. അത് വലിയൊരു ആശ്വാസമാണ്. വലിയ കമ്പോണന്റ് ട്രീയിലൊക്കെ ഫോർവേഡ് റെഫ് വെച്ച് പാസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കോഡ് വായിക്കാനും. ശരിയാണ്. അതുപോലെ ഹൈഡ്രേഷൻ എറേഴ്സ്, അതായത് സെർവറിൽ നിന്നും വരുന്ന HTML-ഉം ക്ലയന്റിൽ റെൻഡർ ആവുന്നതും തമ്മിൽ വ്യത്യാസം വരുമ്പോൾ അപ്പോൾ കിട്ടുന്ന എറർ മെസ്സേജുകൾ ഇപ്പോൾ കൂടുതൽ ക്ലിയർ ആയിരിക്കും. ആ വ്യത്യാസം എന്താണെന്ന് ഒരു ഡിഫ് പോലെ കാണിച്ചു തരും. ഓ, ആ ഡിഫ് കാണിക്കൂ, അത് നന്നായി. ഡീബഗിംഗ് കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ. അതെ, ഡീബഗിംഗ് എളുപ്പമാവും. പിന്നെ കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് പ്രൊവൈഡറിന് പകരം കോണ്ടെക്സ്റ്റ് വാല്യൂ ഈക്വൽ ടു എന്നെഴുതാൻ പറ്റുന്നത് അതും കൊള്ളാം. ഒരു ചെറിയ മാറ്റമാണെങ്കിലും കോഡ് കുറച്ചുകൂടി ഒതുങ്ങിയ പോലെ തോന്നും. അതൊരു സിൻടാക്സ് ഷുഗർ പോലെ. അതെ. പിന്നെ മറ്റേത് ഹെഡ് ടാഗിന്റെ ഉള്ളിൽ വരേണ്ട കാര്യങ്ങൾ, ടൈറ്റിൽ, ലിങ്ക്, മെറ്റ, അതൊക്കെ കമ്പോണന്റിനുള്ളിൽ എവിടെ വേണമെങ്കിലും എഴുതാം എന്നതും ഇൻട്രസ്റ്റിംഗ് ആണ്. റിയാക്ട് അത് കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചോളും. അതെ, പക്ഷെ ഒരു വലിയ പ്രോജക്റ്റിൽ ഈ ടാഗുകളൊക്കെ എവിടെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് ട്രാക്ക് ചെയ്യാൻ ചിലപ്പോൾ കുറച്ചൊരു ശ്രദ്ധ കൂടുതൽ വേണ്ടിവരുമോ? അതൊരു പോയിന്റാണ്. അതുപോലെ സ്റ്റൈൽ ഷീറ്റുകൾക്ക് ലിങ്ക് റെൽ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്, സ്റ്റൈൽ ടാഗുകൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി നല്ല സപ്പോർട്ടുണ്ട്. ഓക്കെ. പ്രസിഡൻസ് എന്നൊരു ആട്രിബ്യൂട്ട് വെച്ച് അവ ഏത് ഓർഡറിൽ ലോഡ് ചെയ്യണമെന്ന് പറയാം. റിയാക്ട് അത് ലോഡ് ആവുന്നതുവരെ റെൻഡറിംഗ് ഒന്ന് ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ ഫ്ലാഷ് ഓഫ് അൺസ്റ്റൈൽഡ് കണ്ടന്റ് FOUC ഒഴിവാക്കാൻ പറ്റുമായിരിക്കും. അതെ, ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ ഇത് പരിഹരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റൈൽ ലോഡിങ്ങിൽ പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ല ഫീച്ചറാണ്. തീർച്ചയായും. അതുപോലെ സ്ക്രിപ്റ്റ് എസിങ്ക്, പിന്നെ റിസോഴ്സ് പ്രീലോഡിംഗ്, പ്രീലോഡ്, പ്രീ ഇനിറ്റ് പോലുള്ള പുതിയ API-കളും വന്നിട്ടുണ്ട്. ഇതൊക്കെ ആപ്പിന്റെ പെർഫോമൻസ് കൂട്ടാൻ സഹായിക്കും. ഇതൊക്കെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയുള്ള ടൂൾസ് ആണല്ലേ? അതെ. കൂടെ കസ്റ്റം എലമെന്റ്സിനുള്ള ഫുൾ സപ്പോർട്ടും എടുത്തു പറയേണ്ടതാണ്. ഓക്കെ. മൈക്രോ ഫ്രണ്ട് പോലുള്ള ആർക്കിടെക്ചറുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാവാം. ശരിയാണ്. പിന്നെ സെർവർ കോമ്പണൻസിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ ബ്ലോഗില്. ഉണ്ട്. സെർവർ കോമ്പണൻസ്, അതായത് കമ്പോണന്റുകൾ ബിൽഡ് ടൈമിലോ
അല്ലെങ്കിൽ ഓരോ റിക്വസ്റ്റിനും അനുസരിച്ചോ സെർവറിൽ തന്നെ റെൻഡർ ചെയ്യാനുള്ള കഴിവ്. അതുപോലെ സെർവർ ആക്ഷൻസ് വഴി യൂസ് സെർവർ ഡയറക്റ്റീവ് വെച്ച് ക്ലയന്റിലെ കമ്പോണന്റിൽ നിന്ന് സെർവറിലെ ഒരു ഫംഗ്ഷനെ നേരിട്ട് വിളിക്കാനും പറ്റും. ഇത് വലിയൊരു മാറ്റമാണല്ലോ. പക്ഷെ ഒരു പ്രശ്നം, അതിന്റെ APIകൾ ഇപ്പോൾ സ്റ്റേബിൾ അല്ല എന്ന് പറയുന്നുണ്ടല്ലോ. നോട്ട് സെർവർ സ്റ്റേബിൾ എന്ന്. ശരിയാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സെർവർ കോമ്പണൻസ് വർക്ക് ചെയ്യാൻ ഫ്രെയിംവർക്കുകൾ ഉപയോഗിക്കുന്ന APIകൾ റിയാക്ട് 19.x വേർഷനുകളിൽ മാറിയേക്കാം. അവർ സെമാന്റിക് വേർഷനിങ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഓഹ്, അപ്പോൾ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നവർ ഒരു പ്രത്യേക റിയാക്ട് വേർഷൻ തന്നെ പിൻ ചെയ്ത് വെക്കേണ്ടി വരും അല്ലേ? അതെ, അതാണ് നല്ലത്. അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സെർവർ കോമ്പണൻസ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ റിയാക്ട് V19ന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണെന്ന് പറയാം. എനിക്ക് തോന്നുന്നത്, 1, ഈ അസിങ്ക് ഓപ്പറേഷൻസ്, ആക്ഷൻസ് ഒക്കെ വെച്ച് കുറച്ചുകൂടി എളുപ്പമാക്കി. പിന്നെ ഡെവലപ്പർ എക്സ്പീരിയൻസ്, ഈ റെഫ് പ്രോപ്പർട്ടി, ഹെഡ് ടാഗ് ഹാൻഡ്ലിംഗ്, നല്ല എറർ മെസ്സേജുകൾ, ഇതൊക്കെ വെച്ച് മെച്ചപ്പെടുത്തി. ശരിയാണ്. അതോടൊപ്പം ആപ്ലിക്കേഷൻ പെർഫോമൻസ് കൂട്ടാനുള്ള കാര്യങ്ങളുമുണ്ട്. ഈ സ്റ്റൈൽ ഷീറ്റ് ലോഡിംഗ്, പ്രീലോഡിംഗ് APIകളൊക്കെ. അതെ, പിന്നെ സെർവർ കോമ്പണൻസ് പോലുള്ള പുതിയ സാധ്യതകളും തുറന്നിടുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊന്ന് ആലോചിക്കാനൊരു കാര്യം ഇതാണ്. ഈ സെർവർ കമ്പോണൻസിന്റെ APIകൾ ഇപ്പോഴും സ്റ്റേബിൾ അല്ലാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റിൽ ഇത് ഉപയോഗിക്കാൻ ധൈര്യം കാണിക്കുമോ? അതോ Next.js പോലുള്ള ഫ്രെയിംവർക്കുകൾ ഇത് പൂർണ്ണമായി ഇംപ്ലിമെന്റ് ചെയ്ത് സ്റ്റേബിൾ ആവുന്നതുവരെ കാത്തിരിക്കുമോ? അതൊരു നല്ല ചോദ്യമാണ്. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ സ്വഭാവമനുസരിച്ച് ഇതിന്റെ ഉത്തരം മാറും. അതെ, ഏതാണ് കൂടുതൽ പ്രാക്ടിക്കൽ? ഇതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്.